ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു കിടുക്കാച്ചി സീരീസിലോടേക്ക് സ്വാഗതം. മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ ലെറ്റ്സ് പ്ലേ സീരീസ്. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടുതൽ വോട്ട് വന്നത് നമ്മുടെ ജാവ എഡിഷൻ ലെറ്റ്സ് പ്ലേക്ക് വേണ്ടിയിട്ടാണ്. സോ എന്തായാലും നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. സോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ അയൺ ആർമർ ആവണം, പിന്നെ നമ്മുടെ ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. സോ അതാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോള്. സോ എന്തായാലും നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുക. സോ നമുക്ക് വേൾഡിൻ്റെ പേര് ലെറ്റ്സ് പ്ലേ തന്നെ കൊടുക്കാം. ലെറ്റ്സ് പ്ലേ അത് തന്നെ കൊടുക്കാമല്ലേ. ആൻഡ് ഈ ഒരു സീരീസിൻ്റെ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം. അതായത് ബിൽഡ്സ് ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. എനിക്ക് ബിൽഡ്സ് ഒന്നും അധികം ഉണ്ടാക്കാനായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സീരീസ് തുടങ്ങുന്നത് തന്നെ. പിന്നെ വേൾഡ് ഓപ്ഷൻസിൻ്റെ അകത്തും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെന്താ വേൾഡ് ടൈപ്പ് കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതൊന്നും ബെഡ്റോക്കിൻ്റെ അകത്തില്ല, എന്തായാലും ജാവയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ വേൾഡ് ഡിഫോൾട്ട് തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കാം. വേൾഡ് ഡിഫോൾട്ടിൽ തന്നെയാണ്. സോ എന്തായാലും നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കാം. കസ്റ്റം സീഡാണ്, എവിടെ വരും എന്താണെന്നൊന്നും എനിക്കറിയില്ല. കസ്റ്റം സീഡല്ല, റാൻഡം സീഡാണ്. സോറി. ആൻഡ് ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ആവുന്ന ആ ടൈമിൽ നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഡിസ്കോഡ് ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കയറുക. നമ്മുടെ ഓരോരോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിലാണ് കൊടുക്കുന്നത്. സോ എന്തായാലും നമുക്ക് വേൾഡിലോട്ടേക്ക് കയറാം. പിന്നെ അതിന് മുമ്പ് തന്നെ FPS ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. കാരണം FPS ഒക്കെ നമുക്ക് ഭയങ്കര കുറവാണ്. നല്ലൊരു സ്ഥലത്താണ് നമ്മൾ സ്പോണായിരിക്കുന്നത്. ഏതോ ഒരു ട്രീൻ്റെ മേലെയാണല്ലോ നമ്മൾ സ്പോണായിരിക്കുന്നത്. നമുക്ക് കുറച്ച് റിസോഴ്സ് പാക്കും കാര്യങ്ങളൊക്കെ ഇടാണ്ട്, അതൊക്കെ ഒന്ന് ഇടട്ടെ. ഓക്കെ, നമ്മൾ ഇത്രയും റിസോഴ്സ് പാക്കാണ് നമ്മൾ ഇടുന്നത്. ഇനി എന്തായാലും നമുക്ക് നേരെ വേൾഡിലോട്ടേക്ക് പോകാം. ഇപ്പോഴാണ് ഒന്ന് ഭംഗിയായി തുടങ്ങിയത്. സോ ഇനി എന്തായാലും നമ്മളെ നിലത്ത് പോയിട്ട് നമ്മൾക്ക് ഓരോരോ ഇത് തുടങ്ങാം. സോ ഫസ്റ്റ് തന്നെ വേൾഡത്തെ ആദ്യത്തെ ബ്ലോക്ക് നമുക്ക് മുറിക്കാം. സുതിയണ്ണം ചെയ്യണ പോലെ ചെയ്യുക. ഈ സീരീസെങ്കിലും ഒന്ന് മെച്ചപ്പെടട്ടെ ഗൈസ്. നമ്മുടെ ചാനലിലാണെങ്കിൽ കുറേ സീരീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒന്നും മെച്ചപ്പെട്ട് വന്നിട്ടില്ല. സോ ഇനി എന്തായാലും നമ്മൾ ആ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനിയും ഉള്ള എല്ലാ ബ്ലോക്കിലും നമുക്ക് നമ്മുടെ മറ്റേ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. സോ അതെന്തായാലും ഒന്ന് ചെയ്യട്ടെ. പിന്നെ ഈ ഒരു ബ്ലോക്ക് നമ്മൾ ഡ്രാഗൺ എഗ്ഗ് വെക്കുന്നതായിരിക്കും, ഡ്രാഗനെ കൊന്നു കഴിഞ്ഞാൽ. സോ ഒരു ഇത് അവിടെ കിടക്കട്ടെ. ഇനി എന്തായാലും നമുക്ക് ബാക്കി ഇത് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഈ ഒരു ഡേർട്ട് ഇങ്ങനെ ഈ ഒരു കോബിൾ സ്റ്റോണിൽ ഇങ്ങനെ കിടക്കുന്നത്, അത് നമ്മുടെ സാവിൻസ് അങ്ങനെ എന്തോ ഒരു ടെസ്റ്റർ പാക്കിൻ്റെ ഒരു ഇതാണ്, അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ സ്റ്റേ ട്രൂ എന്ന് പറഞ്ഞൊരു റിസോഴ്സ് പാക്കിനകത്തും ഇത് നടക്കുന്നതാണ്. സോ ഞാൻ എന്തായാലും ബാക്കി ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, നമ്മളിത് അത്യാവശ്യത്തിന് വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ അടുത്ത ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫുഡ് ഒപ്പിച്ചിട്ട് കേവ് മൈനിങ്ങിന് പോകുക എന്നുള്ളതാണ്. സോ എന്തായാലും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒപ്പിക്കട്ടെ. എന്നിട്ട് നമുക്കൊരു നൈസ് കേവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നൈസ് ഒരു കേവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാനായിട്ട് ടൈം ആയിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ സ്പോണായുള്ള മലയല്ല, ഇത് വേറൊരു മലയാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മല തന്നെയാണ്. സോ എന്തായാലും നമുക്കിനി നേരെ കടന്നുറങ്ങാം. പിന്നെ ഈ ജാവയ്ക്കടുത്തുള്ളൊരു ബഗ്ഗാണ് ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ആൻഡ് നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കേവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്, അത്യാവശ്യത്തിന് വലിയൊരു കേവ് തന്നെയാണ്. നമുക്ക് അയണും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുനിന്ന് മാക്സിമം മാന്തി കൊണ്ട് പോകണം. സോ ഇനി എന്തായാലും അതാണ് അടുത്ത പരിപാടി. അതിനുശേഷം നമുക്ക് വേറെ വലിയൊരു കാര്യമുണ്ട്. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് അടുത്ത് കിട്ടിയില്ലെങ്കിൽ പണിയാണ്. പിന്നെ നമുക്ക് 10,000-2000 ബ്ലോക്കൊക്കെ നടക്കേണ്ടി വരും. സോ നന്നായിട്ട് അടുത്ത് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ കേവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്, പിന്നെ നമ്മൾ മഞ്ഞിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു കേവാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ എന്തത് വില്ലേജാണത് എനിക്കറിയില്ല. അത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. സോ അവിടേക്ക് നോക്കുമ്പോൾ കുറച്ച് കോളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്, അതൊന്ന് പോയി എടുക്കാം. പിന്നെ അയണൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. സോ ഞാൻ എന്തായാലും ഈ ഒരു കോളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ. ഇനി അത് ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇനി ഇതിപ്പോൾ അങ്ങനെ ചാടി ആക്കാമല്ലോ. ഇത് ജാവ എഡിഷൻ അല്ലേ,
ചാടി നമുക്ക് പൊട്ടിക്കാനായിട്ട് പറ്റും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. താഴെയും കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ കോളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. സോ നമുക്ക് അത് അപ്പുറത്തായിട്ട് കുറച്ച് കോളുണ്ടല്ലോ, ഇതങ്ങോട്ട് എടുക്കാം. പിന്നെ നമുക്ക് നല്ലൊരു അയൺ ഫസ്റ്റിന് അയൺ കിട്ടിക്കഴിഞ്ഞാൽ ഷീൽഡ് ഉണ്ടാക്കണം. കാരണം ഹാർഡ് മോഡിലാണ് ഇത് കിടക്കുന്നത്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഞാൻ അങ്ങനെ ഹാർഡിലിട്ട് കളിക്കാറില്ല. പക്ഷേ ഇത് ജാവ എഡിഷൻ ആയതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് വേണം. ഇലക്ട്രിക്ക് പറക്കണമെങ്കിൽ റോക്കറ്റ് വേണം. റോക്കറ്റിന് വേണ്ടി ഹാർഡിൽ എടുത്താലേ നന്നായിട്ട് ഡ്രോപ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ആൻഡ് നമ്മൾ ഫസ്റ്റ് പീസ് ഓഫ് അയൺ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ഇനി എന്തായാലും നമുക്ക് അതൊന്ന് എടുക്കാം. പിന്നെ താഴോട്ടേക്ക് പോകുമ്പോൾ ഒന്നും കാണാനായിട്ടില്ല. നമുക്ക് എന്തായാലും ഈ ഒരു അയൺ ഒന്ന് എടുക്കാം. നമ്മുടെ ഫസ്റ്റ് അയൺ എന്താ നമ്മൾ പൊട്ടിക്കാനായിട്ട് പോകുന്നു. ഫസ്റ്റ് അയൺ ഓക്കെ. ഇവിടെ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ, അത്യാവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് 9 അയൺ കിട്ടിയിട്ടുണ്ട്. 9 എണ്ണം. 9 3 തോന്നുന്നു. 9 അല്ലോ, 3 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അടിയിലോട്ടേക്ക് അയൺ ഉണ്ട്. സോ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് അയണും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഏതാണ്ട് ഒരു 51, 52 ആ ഒരു റേഞ്ചിൽ നമ്മൾ അയൺ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്തായാലും ഇത് കുക്കാവട്ടെ. നമുക്ക് ആദ്യം തന്നെ മുകളിലോട്ടേക്ക് വേണം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, നമ്മളിത് അവിടെ ആയിട്ട് കുക്കിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ചത്ത് കിട്ടാൻ നമ്മുടെ ഹങ്കർ ഒന്ന് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇനി ഇതെന്തായാലും ഒന്ന് കുക്കാവട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. അതിന് മുമ്പേ ഞാൻ അപ്പുറത്തായിട്ട് ഇതെന്തോ സാധനം എന്ന് നോക്കണം. ആൻഡ് കേവ് ഉണ്ടല്ലോ ഇവിടെ, കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് അതാ അവിടെ ആയിട്ടൊരു സ്പ്രൂസ് മരം ഉണ്ടല്ലോ. സ്പ്രൂസും നല്ലൊരു ബ്ലോക്കാണ് നമ്മുടെ ബിൽഡിങ്സിന് വേണ്ടിയിട്ട്. സോ എന്തായാലും സ്പ്രൂസും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് കളക്ട് ചെയ്യണം. സോ അതെന്തായാലും ഞാനിന്ന് കളക്ട് ചെയ്യട്ടെ. ഓക്കെ, നമ്മളങ്ങനെ അയണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് മൊത്തം ആയിട്ട് കുക്ക് ചെയ്തിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് അയൺ ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തന്നെ മതി. സോ എന്തായാലും നമുക്ക് കുറച്ച് അയൺ ആർമർ ഉണ്ടാക്കാം. കുറച്ചല്ല, ഒരു സെറ്റ് അയൺ ആർമർ, ബൂട്ട്സ്, ലെഗിൻസ്, ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ്, പിന്നെ നമ്മുടെ ലെഗിൻസും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഈ അയൺ ആർമറിന് ഇതിൻ്റെയൊക്കെ ടെക്സ്ചർ മറ്റേ വാനില പ്ലസ് എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ റിസോഴ്സ് പാക്കിൻ്റെയാണ്. സോ എന്തായാലും നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഇനി എന്തായാലും നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് തപ്പലാണ്. സോ ഇനി എന്തായാലും അതൊന്ന് ചെയ്യട്ടെ. അതിന് മുമ്പ് നമുക്ക് ഒരു പിക്കാക്സും ഒരു ആക്സും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുക അയൻ്റെ. ഓക്കെ, നമ്മുടെ ജേണിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെന്തായാലും ആ ഭാഗത്തോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ടേക്ക് നമ്മൾ ഓൾറെഡി പോയതാണ്. ഞാൻ ഈ അയൺ സ്മെൽറ്റ് ചെയ്യണ സമയത്ത് അങ്ങോട്ടൊന്ന് പോയി നോക്കിയപ്പോൾ വലിയൊരു കടലാണ്. സോ എന്തായാലും നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തോട്ടേക്ക് പോയി നോക്കാം. ഇപ്പുറത്തെ ഭാഗത്തോട്ടേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. സോ എന്തായാലും നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട്ടേക്ക് പോവാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ബാക്കി കാണിച്ചു തരുന്നു. കുറേ നേരം കൊണ്ടായി നടക്കുന്നു, ഇതുവരെ ഒരു വില്ലേജും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. വലിയ മലകളൊക്കെ തന്നെയാണ് നമ്മുടെ സൈഡിലായിട്ട്. സ്പോണിൽ നിന്ന് വലിയ ദൂരത്തോട്ടേക്ക് പോകാനും പറ്റില്ല. ഇത് അടുത്ത കേവ്, എമറാൾഡ് ഓറും കാര്യങ്ങളൊക്കെ എടുക്കുന്നില്ല. ഞാനിപ്പോൾ അത് എടുക്കാനൊന്നും പോകണില്ല, ഞാൻ അവിടെ പോയി ചത്തിക്ക് വയ്യ. ഇനി എന്തായാലും നമുക്ക് കുറേ ദൂരം ഇനിയും പോകാനായിട്ടുണ്ട്. ഈ കുറേ ദൂരം പോകണോ കുറച്ച് ദൂരം പോകണമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം.
അടുത്ത് കിട്ടിയാൽ മതിയായിരുന്നു. സോ ഇനി എന്തായാലും അധികം ഡാമേജ് ഒന്നും എടുക്കാണ്ട് നേരെ അങ്ങോട്ട് പോവാം. എവിടാ വില്ലേജ്? കുറേ നേരം കൊണ്ടായി ഞാൻ കിടന്ന് തപ്പുന്നു. പിന്നെ ഇവിടെ ആയിട്ട് പംകിൻ കൂട്ടുള്ളതുകൊണ്ട് ഇവിടെ കടന്നിട്ട് ഞാൻ കുറേ നേരം ചുറ്റി. ഇതുവരെയായിട്ട് ഒരൊറ്റ പോലും കണ്ടിട്ടില്ല. ഞാൻ കടലിൻ്റെ അങ്ങോട്ടേക്ക് ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ കുറേ നേരം തപ്പിയിട്ടും ഒന്നും കിട്ടുന്നില്ല. പിന്നെ റെൻഡർ ഡിസ്റ്റൻസും കുറേ ഇട്ടിട്ടും ഒന്നും കിട്ടുന്നില്ല. സോ ഇനി എന്തായാലും ഞാൻ ഇനി കുറേ ദൂരം പോകേണ്ടി വരും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇനി എന്തായാലും ഞാൻ ഈ വില്ലേജും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരുന്നതായിരിക്കും നല്ലത്. ഇത് കണ്ട കുറേ പംകിനും അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് ഒരൊറ്റ വില്ലേജ് പോലും ഞാൻ കണ്ടിട്ടില്ല. എവിടെ പോയി കിടക്കുക? കിട്ടി. എൻ്റെ പൊന്നോ, കുറേ നേരം കൊണ്ടായി ഞാൻ കിടന്ന് തപ്പുന്നു. ആദ്യം തന്നെ ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഹേബിൾസ് ആൻഡ് ബ്ലാക്ക് സ്മിത്തിൻ്റെ ബേസ് ആണല്ലോ അത്. ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്തോട്ടേക്ക് പോയി നോക്കാം. എന്തേലും നല്ലത് കിട്ടിയാൽ മതിയായിരുന്നു. ഡ്രസ്സിൻ്റെ അകത്ത് എന്താ ഉള്ളത്? അയൺ കിടക്കുന്നുണ്ട്, പിന്നെ പിക്കേക്സ്, ഗോൾഡ്, ലെഗിൻസ്, പിന്നെ ഒബ്സിഡിയൻ, പിന്നെ നമ്മുടെ ബ്രെഡ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. എന്തായാലും നമുക്ക് വില്ലേജസിനെ ഒന്ന് സെക്യൂർ ആവട്ടെ, എന്നിട്ട് വേണം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡൊന്ന് നിർത്താൻ. സോ എന്തായാലും നമുക്ക് വില്ലേജസിനെ ഒന്ന് സെക്യൂർ ആക്കാം. അതിനു മുമ്പേ നമുക്ക് ഇവിടെ വേറെ നല്ല സാധനങ്ങൾ വല്ലതും ഉണ്ടോ നോക്കട്ടെ. വീറ്റ് കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ഏബേലിഷ്ടം പോലെ ഉണ്ട്, അതെന്തായാലും അവിടെ കിടക്കട്ടെ. പിന്നെ മറ്റേ ഇതിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ കോമ്പസ് കിട്ടാൻ ചാൻസ് ഉണ്ട്, നോക്കിയോട്ടെ. കോമ്പസ് കിട്ടി. ഇനി നമുക്ക് സ്പോണിൽ പോയിട്ട് നമ്മുടെ ഫസ്റ്റ് വുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വെക്കണം. അത് നമുക്ക് ഓഫ് ക്യാമറയിൽ ചെയ്യാം. സോ ഇനി എന്തായാലും നമുക്ക് വില്ലേജസിനെ ഒന്ന് സെക്യൂർ ആക്കട്ടെ, അത് ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ എടുക്കണം. അതായിരിക്കും എന്താ ബൈ ബൈ. I'm the king when I'm in the rain. I'm a G when I'm in the vein. Gone Olympics on the middleman. Ain't nothing but a go down.